പ്രിയമുള്ളവരെ, വലിയ നോയമ്പിലെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഒന്നാമത്തെ ഞായറാഴ്ച കനായിലെ വിവാഹ വിരുന്നിലൂടി ഈ നോയമ്പ് കാലത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് കൽപ്പിച്ച് ദൈവം ഈ നോയമ്പ് ആരംഭിച്ചു തന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ചുകൊണ്ട് നോയമ്പിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും നോയമ്പ് കാലം ഒരു നവീകരണത്തിൻ്റെ, ഒരു വിശുദ്ധീകരണത്തിൻ്റെ, ഒരു പുതിയ സൃഷ്ടിയാകുവാനുള്ളതിൻ്റെ ആവശ്യകത നമ്മളെ പഠിപ്പിച്ചു തന്നു. കഴിഞ്ഞ ഞായറാഴ്ച നാം കണ്ടത് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായമാണ്. ഒരു കുഷ്ഠരോഗിയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അത് നമ്മുടെ പാപത്തിൻ്റെ പ്രതീകമാണ്. അവനെപ്പോലെ യേശു സന്നിധാനത്തിൽ പോയി മുട്ടുകുത്തുവാൻ, ഞാൻ പാപിയാണെന്ന് ഏറ്റുപറയുവാൻ, പാപത്തിന് മോചനം പ്രാപിക്കുവാൻ ഈ നോയമ്പ് കാലത്ത് നമുക്ക് കഴിയണം എന്ന് സഭ നമ്മോട് ആവശ്യപ്പെട്ടു. ഇന്ന് ഈ മൂന്നാമത്തെ ഞായറാഴ്ച നമ്മുടെ ചിന്തയ്ക്ക് നൽകിയിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. ഒരു തളർവാദ രോഗിയാണ് നമ്മുടെ ചിന്താവിഷയം. വിശ്വാസത്തിൽ തളർന്നു കിടക്കുന്നവൻ, ശരീരത്തിൽ തളർന്നു കിടക്കുന്നവൻ, ആത്മാവിൽ തളർന്നു കിടക്കുന്നവൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ കയീൻ ചോദിച്ചു, ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? ഇവിടെ ഞാനാണ് എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എന്ന് തെളിയിക്കുന്നൊരു സംഭവമാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. തളർന്നു കിടക്കുന്നൊരു മനുഷ്യൻ യേശു ആ നാട്ടിൽ വന്നു എന്നറിഞ്ഞപ്പോൾ 4 ചെറുപ്പക്കാർ കൂടി ആ തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നതാണ് അനുഭവം. പ്രിയ സഹോദരങ്ങളെ, നാം ഓർത്തു നോക്കണം. വർഷങ്ങളായി തളർന്നു കിടക്കുന്ന ഒരു കുടുംബം, അത് പട്ടിണിയിലായിരിക്കാം. ആ ഭാര്യയും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരും കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരിക്കാം. ഈ 4 ചെറുപ്പക്കാർ പെട്ടെന്ന് അവിടെ ചെന്ന് ഇവരോട് ഇവനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടെ അവനെ വിട്ടുകൊടുത്തു എന്നൊന്നും വിചാരിക്കരുത്. അവനെ കൊണ്ടുവരുന്നത് എളുപ്പമാണെന്നും വിചാരിക്കരുത്. കാരണം അവനെ ഒരു കിടക്കയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഇവൻ കിടക്കുന്ന കിടക്ക ഒരു പക്ഷേ ജീർണിച്ചതായിരിക്കാം. പട്ടിണിയിലായിരിക്കുന്ന ഈ ഭവനത്തിന് ദൈവത്തിലത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടാകത്തില്ല, സഭയിലത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഇതുവരെ ആരുമില്ലായിരുന്നു അവനെ നോക്കാൻ, അവനെ കരുതുവാൻ, അവനെ സഹായിക്കുവാൻ. ഒരു നയാ പൈസ കൊടുത്ത് അവനെ ആരും ഇതുവരെയും സഹായിച്ചില്ല. പെട്ടെന്ന് പള്ളിക്കാർ ചെന്ന് ഇവനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാനും മാത്രമുള്ള വലിയ വിശ്വാസമൊന്നും ആ ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടാകണമെന്നില്ല, ഇവനും ഉണ്ടാകണമെന്നില്ല. എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായി കാണും. ഒരുപക്ഷെ അവരവരെ പഴിച്ചു കാണും, വീട്ടുകാരവനെ അവരെ പഴിച്ചു കാണും, അവരെ എതിർത്ത് കാണും, ആട്ടി ഇറക്കി കാണും. ഇതൊന്നും വകവയ്ക്കാതെ ത്യാഗം സഹിച്ച് പുതിയ കട്ടിൽ കണ്ടുപിടിച്ച് ഈ രോഗിക്ക് പ്രയാസം കൂടാതെ അവനെ കട്ടിലേറ്റി യേശുവിനടുക്കിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവർ തയ്യാറാകുന്നു. ഇനിയും പ്രതിബന്ധങ്ങൾ അനേകമാണ്. ഇവർ 4 ഒരേ നീളമുള്ളവരായിരിക്കത്തില്ല. തീർച്ചയായിട്ടും ഇവർ നടക്കുമ്പോൾ ഈ കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുകയും, ഈ തളർവാദ രോഗി വർഷങ്ങളായി കിടക്കുന്നവനാണ്. ശരീരം മുഴുവൻ വേദനയാണ്. ഓരോ പ്രാവശ്യം അനങ്ങുമ്പോഴും അവൻ വിളിച്ചു പോകും, ഇവരെ ചീത്ത വിളിക്കും. ഇവർ കൊണ്ടുപോകാൻ ചെയ്യുന്ന നന്മയൊന്നും കാണുവാൻ അവന് സാധിക്കത്തില്ല. അവൻ ഭവനത്തിലെത്തി. ഭവനം നിറയെ ആളുകളാണ്. ആ വീട്ടിലേക്ക് പ്രവേശിക്കാൻ ഒരു മാർഗവുമില്ല. ഇനിയും അതിൻ്റെ മുകളിൽ കയറി അതിനെ മച്ചിളക്കി താഴേക്ക് ഇറങ്ങണമെങ്കിൽ അത് വീട്ടുകാരുടെ സമ്മതം വേണം. ഒരുമാതിരിപ്പെട്ട വീട്ടുകാർ സമ്മതിക്കുമോ? അവർ താൽക്കാലികമായി ഉണ്ടാക്കിയൊരു കൊച്ചു പുതിയ വീടാണെങ്കിൽ പോലും അതിനെ മേക്കൂരി ഇളക്കി ഇവനെ കട്ടിലോടി ഇറക്കണമെങ്കിൽ അത്രയും വിശാലമായി പൊളിക്കണം. ഈ ചെറുപ്പക്കാർ എന്തെല്ലാം ത്യാഗം സഹിക്കുന്നു, എന്തെല്ലാം കഷ്ടങ്ങൾ സഹിക്കുന്നു. അങ്ങനെ എൻ്റെ മച്ചിളക്കി ആ വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി അവൻ യേശുവിൻ്റെ സന്നിധാനത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ യേശു പറയുന്നൊരു വാക്യമുണ്ട്. അവരുടെ വിശ്വാസം കണ്ട് യേശു ആ യുവാവിനോട് പറഞ്ഞു, തളർവാദ രോഗിയോട് പറഞ്ഞു, നിന്റെ കിടക്കയും എടുത്ത് നിന്റെ വീട്ടിലേക്ക് പോകുക, നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ആ 4 ചെറുപ്പക്കാരുടെ വിശ്വാസം, യേശുവിൻ്റെ അടുക്കിലെത്തിയാൽ ഇവന് സുഖം കിട്ടും എന്നുള്ള വിശ്വാസം, നമ്മുടെ വിശ്വാസത്തിന് അനേകരെ രക്ഷിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടുവാൻ തക്കവണ്ണം നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ അത് ഭക്തിയോടുകൂടിയാണ് പോകുന്നെങ്കിൽ, നിങ്ങൾ കുദാശ സ്വീകരിക്കുമ്പോൾ അത് ഭയഭക്തിയോടുകൂടിയാണെങ്കിൽ, നിങ്ങൾ ദേവാലയം തിരിച്ചു വന്ന വീട്ടിൽ ആ ഭയഭക്തിയോടുകൂടി
കുർബാന സ്വീകരിച്ച അതേ വിശ്വാസത്തോടുകൂടി അതേ വിശുദ്ധിയോടുകൂടി നിങ്ങൾ ജീവിക്കുമെങ്കിൽ, നിങ്ങളുടെ കുടുംബം ഒരു മാതൃകാ കുടുംബമാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിലെ മക്കൾ മാത്രമല്ല ചുറ്റുമുള്ളവരും നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് വിശുദ്ധരാകുവാൻ ഇടയാകും. ഇത് നമ്മളും പഠിക്കണം. നമ്മുടെ വിശ്വാസത്തിന് അനേകർക്ക് വിശ്വാസം പകർന്നു കൊടുക്കുവാൻ സാധിക്കും. മലങ്കര കത്തോലിക്കാ സഭയുടെ ആരംഭം നോക്കിക്കേ, ഒരു 5 പേരാണ് സഭയുടെ അംഗങ്ങളായി തീരുവാൻ മുൻപോട്ട് വന്നത്. അതിനുവേണ്ടി ത്യാഗം സഹിച്ചു, അതിനുവേണ്ടി കഷ്ടങ്ങൾ സഹിച്ചു, ഒരുപാട് ഉപേക്ഷകൾ നടത്തി. ഒരു 5 പേര് ഇന്ന് സഭ വളർന്ന് രൂപതകളായെങ്കിൽ, ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും രൂപതകളായി ആയിരങ്ങൾ ലക്ഷങ്ങൾ ഇന്ന് മലങ്കര കത്തോലിക്ക സഭയുടെ അംഗമായിരിക്കുന്നെങ്കിൽ ആ 5 പേരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതെനിക്ക് നിങ്ങൾക്കും സാധിക്കും. ഈ തളർവാദ രോഗിയോട് കർത്താവ് പറയുകയാണ്, അവരുടെ വിശ്വാസം കണ്ട് നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അവിടെ കണ്ടുകെട്ടിരുന്നവർക്കെല്ലാം അത്ഭുതമായി, അവർക്ക് അതിശയമായി, ഇവനെങ്ങനെ ഈ പാപങ്ങൾ മോചിക്കുന്നത്? യേശു തമ്പുരാൻ അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്തിനാ അത്ഭുതപ്പെടുന്നത്? ഏതാണ് എളുപ്പം? ഇവനോട് കിടക്കയും എഴുതി വീട്ടിലേക്ക് പോകുക എന്ന് പറയുന്നതോ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പറയുന്നതോ? തീർച്ചയായിട്ടും പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞ ഇവരുടെ എളുപ്പമാണ്. കാരണം ഇത് കാണുവാനോ ഇത് മനസ്സിലാക്കുവാനോ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുവാനോ ആർക്കും സാധിക്കത്തില്ല. എന്നാൽ വർഷങ്ങളായി തളർന്നു കിടക്കുന്നവനോട് എഴുന്നേറ്റ് കിടക്കയും എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകുക എന്ന് പറയണമെങ്കിൽ, അവൻ കിടക്കയും എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകണമെങ്കിൽ അതൊരത്ഭുതമാകണം. പ്രിയ സഹോദരങ്ങളെ, യേശുവിനോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, നിന്റെ കിടക്കയും എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകുക. നാം മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, ശരീരത്തിൻ്റെ അനേക രോഗങ്ങൾ ആത്മാവിൻ്റെ രോഗത്തിൻ്റെ കാരണമാണ്. നിന്റെ ആത്മാവിൽ വിശുദ്ധിയില്ലെങ്കിൽ, നിന്റെ ആത്മാവിൽ നൈർമല്യമില്ലെങ്കിൽ, നീ പാപത്തിനടിമയാണെങ്കിൽ അത് നിന്നെ അനേക രോഗത്തിന് നിന്നെ കാരണക്കാരനാക്കും. നിന്നെ വിഷാദമുള്ളവനാക്കി തീർക്കും, നിന്നെ മ്ലാനതയുള്ളവനാക്കി തീർക്കും, നിന്നെ ഭയമുള്ളവനാക്കി തീർക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ അവർ ഭയന്നു, അവർ ഒളിച്ചിരുന്നു, അവർ നഗ്നരാണെന്ന് അവർക്ക് തോന്നി. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, തമ്പുരാൻ്റെ അടുക്കിലേക്ക് എത്തിക്കുക. അനേകരെന്ന് വിശ്വാസം നഷ്ടപ്പെട്ടവരായിട്ട് വീടുകളിലും കൂടുതലൊക്കെ താമസിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസം വഴി അവരെ കൂട്ടിക്കൊണ്ടുവരുവാൻ എനിക്ക് സാധിക്കണം. ജീവിതത്തിൽ ഒരാളെയെങ്കിലും യേശു സന്നിധാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ, യേശുവിനെ രക്ഷകനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, യേശുവിൻ്റെ രക്ഷകനിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. വളരെ കൃത്യമായി റോമാക്കാരുടെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, യേശു രക്ഷകനെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും. വിശ്വസിച്ചാൽ മാത്രം പോരാ, നിന്റെ വിശ്വാസം നീ പ്രഖ്യാപിക്കണം, നിന്റെ വിശ്വാസം നീ പ്രകടമാക്കണം. അതെ, നമ്മുടെ നല്ല പ്രവൃത്തിയിൽ കണ്ട് അനേകർക്ക് യേശുവിടെ സന്നിധാനത്തിലേക്ക് വരാൻ സാധിക്കണം. അനേക അവസരങ്ങൾ നമുക്ക് കിട്ടും. നമുക്കൊരുപാട് സുഹൃത്തുക്കളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരുണ്ട്, സ്കൂളിൽ പഠിപ്പിക്കുന്ന കൂട്ടുകാരുണ്ട്, ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആൾക്കാരുണ്ട്, നമ്മൾ ബസ്സിൽ കണ്ടുമുട്ടുന്നവരുണ്ട്, നമ്മുടെ അയൽവക്കത്ത് ജീവിക്കുന്നവരുണ്ട്. യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത അനേകർ ഓർത്തു നോക്കണം. ഇന്ത്യയുടെ ജനസംഖ്യയിൽ വെറും 2.76 മാത്രമാണ് ഇപ്പോൾ യേശുവിനെ അറിയുന്നവരുള്ളത്. ഏതാണ്ട് 97% ആൾക്കാരും യേശുവിനെ അറിയാത്തവരാണ്. എൻ്റെ പിഴ അടിക്കുവാൻ എനിക്ക് സാധിക്കണം. യേശു സന്നിധാനത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം എനിക്കും. നീ അറിഞ്ഞ യേശുവിനെ, നീ വിശ്വസിക്കുന്ന യേശുവിനെ, നീ സ്നേഹിക്കുന്ന യേശുവിനെ, കരുണാമയനായ യേശുവിനെ, എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കാൻ കഴിയുള്ള യേശുവിനെ, എൻ്റെ എല്ലാ രോഗങ്ങൾക്കും ശമനം തരാൻ കഴിയുള്ള യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ നൊയമ്പിൻ്റെ 3-ാമത്തെ ദിവസത്തിൽ നമ്മുടെ ഭവനത്തിലേക്ക് നോക്കാം. എൻ്റെ ഭവനത്തിൽ ദേവാലയത്തിൽ പോകാത്തവരുണ്ടോ? എൻ്റെ ഭവനത്തിൽ പ്രാർത്ഥിക്കാത്തവരുണ്ടോ? എൻ്റെ ഭവനത്തിൽ വിശുദ്ധ കുമ്പസാരവും കുർബാനയും സ്വീകരിക്കാത്തവരുണ്ടോ? എൻ്റെ ഭവനത്തിൽ ദൈവത്തോടും ദൈവത്തിൻ്റെ സഭയോടും പൗരോഹിത്യത്തോടും ബന്ധമില്ലാതെ ജീവിക്കുന്നവരുണ്ടോ? അങ്ങനെയെങ്കിൽ അവരെ കൂടി യേശുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ കൃപയേകണമേന്ന് അവർക്ക് വേണ്ടി നൊയമ്പ് കാഴ്ചവെക്കുക, അവർക്ക് വേണ്ടി നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക, അവരെ കൂടി യേശുവിന് വേണ്ടി കൊണ്ടുവരാൻ സാധിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ അയൽവക്കങ്ങളിൽ യേശുവിനെ അറിയാത്തവരുണ്ടോ? യേശുവിൻ്റെ സന്നിധാനത്തിലേക്ക് വരാത്തവരുണ്ടോ? അങ്ങനെയുള്ളവരുടെ അടുക്കിലേക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ പ്രേരിപ്പിച്ച് യേശു സന്നിധാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും ഓർത്തുകൊള്ളണം. നാം യേശുവിൻ്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം യേശു നിർവഹിച്ചുകൊള്ളും. യേശു അവൻ്റെ ഉള്ളത്തിലേക്ക് പ്രവേശിക്കും, അവൻ്റെ പാപങ്ങളെല്ലാം മോചിക്കും, രോഗങ്ങൾക്കെല്ലാം സൗഖ്യം കൊടുക്കും, അവനെ പുതിയ സൃഷ്ടിയാക്കും. അങ്ങനെ ഈ നൊയമ്പ് കാലം നമ്മൾ മാത്രമല്ല, യേശുവിനെ അറിയാത്ത അനേകർക്ക് യേശു സ്നേഹം അനുഭവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
അതിന് ഞാനൊരു നിമിത്തമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ യാചിക്കാം.